ഇത് നമുക്കൊരു അടിപൊളി പുളിയിഞ്ചി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടി പാൻ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക കേട്ടോ. അത് പൊട്ടിയ ശേഷം നമുക്ക് കറിവേപ്പിലും അതേപോലെ തന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് മെയിനായിട്ടുള്ള ഇഞ്ചി 100 ഗ്രാം ചെറുതായി കട്ടാക്കിയതും പച്ചമുളക് രണ്ട് ചെറുതായി കട്ടാക്കിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റുക. ഉപ്പും കൂടി ആവശ്യത്തിന് ചേർത്തിട്ട് വഴറ്റുക കേട്ടോ. അത് നല്ലതുപോലെ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റുക. എന്നിട്ട് നമുക്കിതിലിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1/2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു പൊടി പുളി ഞാനിവിടെ പൊതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒഴിച്ച് കൊടുക്കുക. അതിലൊരു ആണി വെല്ലം കൂടി ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത് കുറുക്കിയിട്ട് ഒരു ഡാർക്ക് കളറാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മളുടെ ഈസി സിമ്പിളായിട്ടുള്ള പുളിയിഞ്ചി ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ്. എന്തായാലും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ